ഗുരുവായൂർ അമ്പലനടയിൽ സ്റ്റാറിംഗ് പൃഥ്വിരാജ്, ബേസിൽ ജോസഫ്, അനശ്വര, നിഖില വിമൽ, ഞങ്ങൾ കംപ്ലീറ്റ് സ്റ്റാർ കാസ്റ്റ് തന്നെ ഈ സിനിമയ്ക്കുണ്ട്. നിങ്ങൾ ഈ സിനിമ കാണാൻ പോണതിന് മുമ്പ് തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ ഒരു ബെഡ് ബുക്ക് ചെയ്തിട്ട് വളരെ ഉപകാരമായിരിക്കും. ചിരി കാരണമുള്ള ഇഞ്ചുറീസ് കൺഫേം ആണ്. എനിക്കൊക്കെ പെടലിക്കാൻ ഇപ്പൊ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. സിനിമ കാണാൻ മുമ്പ് നിങ്ങളുടെ പേരൻസിനെയും കൂട്ടിയിട്ട് പോവുക. കാരണം 2.25 മണിക്കൂർ ഈ സിനിമ ഓഫർ ചെയ്യുന്നത് കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് പാക്കേജ് ആണ്. അപ്പൊ അവർക്കും ഉണ്ടാവില്ല സ്ട്രെസ്സും സ്ട്രെയിനും. അതേപോലെ തന്നെ ഇങ്ങനെ എല്ലാ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്ത് ഇറക്കുന്ന സിനിമയൊക്കെ വൺസിന്റെ ബ്ലൂ മൂൺ ഒക്കെ ഇറങ്ങുള്ളൂ. അപ്പൊ അവരും കണ്ട് സന്തോഷിക്കട്ടെ. അപ്പൊ നല്ലൊരു സിനിമ കണ്ടാൽ നമുക്ക് നല്ലൊരു ചായ കുടിച്ച ഫീലിംഗ് അത് നമുക്ക് ഇതിന്ന് എന്തായാലും കിട്ടും. സോ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു എന്റർടൈനിങ് രീതിയിലാണ് സിനിമ തുടങ്ങുന്നത്. അതായത് ഈ സബ് ടൈറ്റിൽ എഴുതി കാണിക്കുന്ന സ്പ്ലിറ്റ് സ്ക്രീൻ കാണിക്കുന്നുണ്ട് ചില സീൻസ് ഒക്കെ, അതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു. സോ 1-2 ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ആദ്യം തന്നെ വരുന്നുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞ ഒരു സുഖം ഉണ്ടാവില്ല. അളിയൻ വേഴ്സസ് അളിയൻ ആ ഒരു ടാഗ് ലൈൻ ആണ് ഈ സിനിമയ്ക്ക് ബേസിക്കലി കൊടുക്കേണ്ടത്. കൂടുതലായിട്ടൊന്നും പറയില്ല, കാരണം നിങ്ങൾ കണ്ട് അനുഭവിക്കേണ്ടതാണ് ഈ സിനിമ. സോ ഫസ്റ്റ് ഹാഫ് നമ്മുടെ പൃഥ്വിരാജ്, ബേസിൽ, ഷോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ പെർഫോമൻസ് വൈസ് എടുത്ത് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് പൃഥ്വിരാജിന്റെ പേരാണ്. കാരണം പൃഥ്വിരാജ് ഇങ്ങനെ ഒരു കോമഡി റോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ട്രെയിലർ കണ്ടപ്പോൾ നല്ലോണം ഓവറാക്കിയ പോലെ തോന്നി. പക്ഷെ ഇതിൽ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഈ കോമഡി സീൻസ് ആയാലും മാസ് ആള് പുൾ ഓഫ് ചെയ്ത രീതി അടിപൊളിയായിരുന്നു. അതായത് ടുവേർഡ്സ് എൻഡ് ഒക്കെ ഒരു BGM ഇട്ടിട്ട് ആൾ സ്ലോ മോഷനിൽ നടന്നു വരുന്നുണ്ട്. അതായത് ആൾക്ക് ഈ ഫിഗർ വെച്ചിട്ട് ആൾ സൂപ്പറായി മാസ് കാണിക്കുന്നുണ്ട്. ഓരോ ഇടി എന്നൊക്കെ പറഞ്ഞ കിൻഡൽ ഇടിയാണ്. പിന്നെ നമ്മുടെ ഫാമിലി സ്റ്റാർ ആയ ബേസിൽ, ദേവരെ കൊണ്ടാത്ത ഫാമിലി സ്റ്റാർ അല്ല, ബേസിൽ ദ ഫാമിലി സ്റ്റാർ. സോ ബേസിലിന്റെ ഒരു ഫാൻ ബേസ് കാണുമ്പോൾ നമ്മൾ തിയേറ്ററിൽ പോയി നോക്കിയാൽ മതി. ഒരു പ്രൊമോഷൻ ഇല്ലാതെ ആളുടെ പടം ഇറങ്ങിയാലും കാണാൻ ആൾക്കാരുണ്ട്. കാരണം മിനിമം ഗ്യാരണ്ടി മൂവീസ് ആണെങ്കിൽ ബേസിലിന്റെ പടം കാണണം. അത് ഡയറക്റ്റഡ് ആയാലും ആൾ അഭിനയിച്ചതായാലും. സോ ബാക്കി എല്ലാവരും കൊടുത്ത റോൾസ് വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് പറയാം. കാരണം നിഖില വിമലാണ്. നിഖില വിമൽ കുറച്ച് ഏറെ പിടിച്ച ഒരു ക്യാരക്ടറാണ്. അതന്നെ ആൾ എല്ലാ പടത്തിലും ചെയ്യാറില്ല. അതുകൊണ്ട് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അനശ്വരയ്ക്ക് ഒരു ഭയങ്കര ക്യാരക്ടറാണ്. പിന്നെ സാഫ് ബോയ് ആള് ഏട്ടൻ അനിയനാണ്. ബേസിലിന്റെ അനിയനായിട്ടാണ് സാഫ് ബോയ് അഭിനയിച്ചിരിക്കുന്നത്. സോ എനിക്കത് കണ്ടപ്പോൾ എന്റെ ഏട്ടും ഞാനും തമ്മിലുള്ള ഒരു റിലേഷൻ തോന്നി. ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് പ്രസന്റ് ചെയ്തത്. എനിക്ക് അങ്ങനെ തോന്നി. ഞങ്ങൾ തമ്മിൽ അങ്ങനെയാണ്. സ്നേഹം വന്നാലും തെറിവിളിയാണ്, ദേഷ്യം വന്നാലും തെറിവിളിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിജു സണ്ണി നല്ല പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു. സോ ഫസ്റ്റ് ഹാഫ് പറയുമ്പോൾ ഒരു ലൈഫ് ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പടം ഓഫർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഇങ്ങനെ ഒരു കോമഡി പടം എന്തിന് തിയേറ്ററിൽ പോയി കാണണം, OTT കണ്ടുകൂടുന്നത്. പക്ഷെ പ്രേമല്ലു ആയാലും ആവേശം ആയാലും നമുക്ക് തിയേറ്ററിൽ എല്ലാവരും ഇപ്പോൾ ഇരുന്ന് കണ്ട് ആ ഒരു എഫക്റ്റിൽ കിട്ടുന്ന ഫീലിംഗ് നമുക്ക് OTT എന്തായാലും കിട്ടില്ല. അത് തന്നെയാണ് ഇതിലും അവസ്ഥ. സോ പിന്നെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. മൗണ്ട് എവറസ്റ്റിന്റെ ഒപ്പം നിൽക്കുന്ന ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് അതിന്റെ ഒരു 20 അടി താഴെയാണ്. ആ ഒരു പ്രശ്നം എന്തായാലും ഉണ്ട്. ആ ഒരു ചെറിയൊരു നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫിന്റെ ആ ഒരു എക്സ്പെക്ടേഷൻ സെക്കൻഡ് ഹാഫിൽ ചെറുതായിട്ടൊന്ന് കമ്മിയാണ്. ചിരിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. അതായത് 2.25 മണിക്കൂർ ഒരു തരി ലാഗ് നമുക്ക് തോന്നില്ല. അതായത് റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടുന്ന പടമൊന്നുമല്ല. ക്രിസ്പ് ആൻഡ് ഷോർട്ടാണ്, പക്ഷെ അടിപൊളി പടമാണ്. ഇങ്ങനെയൊക്കെ കണ്ട് ചിരിക്കുന്ന ഒരു പടം ഈ അടുത്ത കാലത്ത് തുടങ്ങി. ജയ ഹേ കണ്ടതിന് ശേഷം ഞാൻ ഇത്രയും നല്ലൊരു പടം ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. സോ ഒരു മിസ്മാച്ച് ആയി തോന്നിയത് യോഗി ബാബുവിന്റെ ഒരു കാസ്റ്റിംഗ് ആണ്. കാരണം ആൾക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഇല്ല. അവസാനം 10 മിനിറ്റ് എന്തോന്ന് വന്നിരിക്കുന്നത് ആള് വേണ്ടിയിരുന്നില്ല തോന്നി. കാരണം നമ്മൾ യോഗി ബാബു എന്ന് പറയുമ്പോൾ കുറച്ച് ഓവർ എക്സ്പെക്ട് ചെയ്യുമല്ലോ. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അടിപൊളിയാണ്. ഈ കോമഡി ഒക്കെ ഭയങ്കര സിറ്റുവേഷണൽ ആയിട്ട് കോമഡി, നമ്മൾ പ്രേമലൂല് പോലെ കാണുന്ന ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ്. സോ നിങ്ങൾ കാണാൻ പോകുമ്പോൾ പേരൻസിനെ കൂട്ടിയിട്ട് പോകുക. അടിപൊളി പടമാണ്. ഡോണ്ട് മിസ് ഇറ്റ്. ഇത് കാണാതിരുന്നിട്ട് വേറെ എന്ത് കണ്ടിട്ടും കാര്യമില്ല. അടിപൊളി പടമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഡിപ്രഷൻ, അതുപോലെ സ്ട്രെസ്, ആങ്സൈറ്റി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ നിങ്ങളെ ഒരു 2.25 മണിക്കൂർ മാറ്റി വെക്കാനുണ്ടെങ്കിൽ ഇത് കണ്ടാൽ മതി. ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒന്നും ആലോചിക്കില്ല. സുഖമായിട്ട് ഇരുന്ന് കാണാൻ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആവും സിനിമ കണ്ടതിന് ശേഷം. സോ ട്രൈ ഇറ്റ് ഔട്ട്.